പിന്നെ സുപ്രീം കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെന്നായിരുന്നു സ്വപ്നം. പക്ഷേ ഏകദേശം 10 വർഷത്തോ അടുത്തോളം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും വഴിതിരിഞ്ഞ് ഈ മാർഗത്തിലൂടെ വീണ്ടും വന്നു. രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിലും നന്ന അഭിഭാഷകനാകണമെന്നുള്ളൊരാഗ്രഹമുണ്ടായി. കാരണം പിന്നീട് ആ പ്രാക്ടീസൊക്കെ ചെയ്തപ്പോൾ ആ പ്രൊഫഷൻ്റെ പ്രത്യേകതയും അതിനൊരു മഹനീയതയുണ്ട്. ആ പ്രൊഫഷൻ നിങ്ങളിപ്പോൾ പുതിയതായി അഭിഭാഷകരായി എൻറോൾ ചെയ്ത് വന്നിരിക്കുന്നവർ ആ പ്രൊഫഷനെ മഹത്തരമായി കാണണം. ആദ്യം അതൊരു വലിയ പ്രൊഫഷനാണ്. നമ്മൾ നിയമങ്ങളെ വ്യാഖ്യാനിച്ച് കോടതികൾക്ക് മുമ്പിൽ നമ്മുടെ ക്ലയൻസിന് വേണ്ടി നമ്മൾ വാദിക്കുക. അപ്പം നമ്മൾ വെൽ പ്രിപ്പയർഡായിരിക്കും. നമ്മുടെ തയ്യാറെടുപ്പുകളാണ്. ഒരു അഭിഭാഷകന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകന് ആദ്യം വേണ്ടത്, ഞാൻ കരുതുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം ഉണ്ടാകണം. നമുക്കൊരു മനസ്സിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം ഉണ്ടാകണം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമിൽ നിന്ന് വേണം നമ്മൾ ആർഗ്യൂ ചെയ്യാൻ, നമ്മൾ ചിന്തിക്കാൻ, പുതിയ വാദമുഖങ്ങൾ ഉയർത്തുവാൻ എല്ലാം വേണം. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഞാൻ എപ്പോഴും തർക്കിക്കും. ഞാൻ തന്നെ ഡിബേറ്റിൽ ഏർപ്പെടും. അതായത് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് ഞാനും കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ മത്സരമാണ്. എന്നിട്ട് ഞാനത് തപ്പി കണ്ടുപിടിക്കും. എല്ലാ മത്സരങ്ങളിലും ഞാൻ തോറ്റുപോയി. എല്ലാ മത്സരങ്ങളിലും വിജയിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ ആ ഭരണഘടനയാണ്. എല്ലാ നിയമങ്ങളും ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. നിങ്ങൾ ലോ കോളേജിലൊക്കെ പഠിച്ചിട്ട് വന്നാൽ പഠനവും പ്രാക്ടീസും തമ്മിൽ വളരെ ഡിഫറൻ്റാണ്. സത്യം പറഞ്ഞാൽ ഒരു ബന്ധമില്ല. ശരിക്കും ഒരു ബന്ധമില്ല. ആ തിയറി പഠിച്ചതും പരീക്ഷ നമ്മൾ എഴുതിയതും പ്രാക്ടീസും തമ്മിലൊരു ബന്ധമില്ല ശരിക്കും. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ അഡ്വൈസ്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതെന്താണ്, അതിനൊരു ഹൃദയമുണ്ട്, ഒരു ഹാർട്ട് ഉണ്ടായിരുന്നു. അതാദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പ്രൊസീഡിങ്സ് വായിക്കണം. ഞാൻ ആ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തതുകൊണ്ടും ഭരണഘടനയോടുള്ള ഇഷ്ടം കൊണ്ടുമാണ് പിന്നീട് എൻ്റെ പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ എൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ആ പ്രാക്ടീസും ആ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ഒരു സ്നേഹവുമായിരുന്നു എൻ്റെ പാർലമെൻ്ററി പ്രവർത്തനത്തിലെ കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലത്തെ എൻ്റെ അടിത്തറ. എന്നെ എൻ്റെ സഹപ്രവർത്തകരായ MLA കളിയാക്കും. അസംബ്ലിയിൽ ആദ്യം വന്നിരുന്നാൽ ബാഗ് തുറന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. അത് വയ്ക്കാതെ ധൈര്യം വരാത്ത MLA ആണ് ഞാൻ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. പക്ഷേ അത് മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ചർച്ചകളാണ്, എത്ര ഗാഢമായിട്ടുള്ള ചിന്തകളാണ്, ചർച്ചകളാണ്, എത്ര ഡിബേറ്റാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ അതിമനോഹരമായ ഔട്ട്കമാണ്. ആർട്ടിക്കിൾ 14 അതൊക്കെ ചർച്ച ചെയ്ത സമയത്ത് വളരെ രസകരമായ ചോദ്യങ്ങളുണ്ടായി. അവർ പറഞ്ഞ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോയർ അല്ലേ, എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു. ഒരിക്കൽ പണ്ഡിറ്റ് നെഹ്റു അഡ്രസ് ചെയ്തപ്പോഴാണ്, അദ്ദേഹത്തിനോടാണ് ചോദ്യം വന്നത്. ചോദ്യം വന്നത് എന്താ, അങ്ങനെയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് സംവരണം കൊടുക്കുന്നത് എന്തിനാണ്? വേറൊരു ചോദ്യം, എന്തിനാണ് മൈനോറിറ്റിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? എല്ലാവരും തുല്യരല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് പണ്ഡിറ്റ് നെഹ്റു, എല്ലാവരും തുല്യരാകണം എന്നത് നമ്മുടെ സ്വപ്നമാണ്. പക്ഷേ നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം, നൂറ്റാണ്ടുകൾ, ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വിദ്യാഭ്യാസത്തിന് അവകാശമില്ലാത്ത ആളുകൾ അല്ലേ, ജാതീയമായി ഔട്ട്കാസ്റ്റ് എന്നാണ് പറയുന്നത്, ജാതി പോലും ഇല്ലാത്തവർ, ഔട്ട്കാസ്റ്റ്, ജാതിക്കും പുറത്തായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ, വലിയ വിദ്യാഭ്യാസമൊന്നും നടത്താൻ അവസരം കിട്ടാത്ത ആളുകൾ, വഴി നടക്കാൻ പോലും അവകാശമില്ലാത്ത ആളുകൾ. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യം വരുമ്പോൾ അവരെ കൂടി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം. അതിനാണ് സംവരണം. സംവരണം ഔദാര്യമല്ല. സംവരണം എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈപിടിച്ചുയർത്തലാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ഒരു വാക്കുപയോഗിക്കുമല്ലോ, മൃഗീയത, ഭൂരിപക്ഷത്തിൻ്റെ ഒരു മൃഗീയത. ഇപ്പം നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ ഒരു കാലത്ത് വേണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന, ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ ചവിട്ടടിയിൽ അരച്ച് ചേർക്കപ്പെടുന്ന ഒരു കാലം വന്നേക്കാം. ആ കാലത്തും അവർക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. അത്ര എലാബറേറ്റ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഓരോ വകുപ്പിനും. ഇപ്പോഴും പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിക്കിൾ 21 കുറിച്ച്. ആർട്ടിക്കിൾ 21 കുറിച്ച്, റൈറ്റ് ടു ലീവ്. ഞാൻ കരുതുന്നത് അത് വെറും റൈറ്റ് ടു ലീവ് എന്ന് മാത്രമല്ല,
റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. വെറുതെ ജീവിക്കാനല്ല, പുഴുക്കളെ പോലെ ജീവിക്കാനല്ല, നമ്മുടെ രാജ്യത്ത് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശമാണ് റൈറ്റ് ടു ലീവ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഈ അടുത്തും ഞാനൊരു പുസ്തകം വായിച്ചു, ഒരു അഭിഭാഷകൻ എഴുതിയ അതിമനോഹരമായ പുസ്തകം. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഒറ്റ ആർട്ടിക്കിളിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടത്തിയ ചർച്ചകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇപ്പോൾ നിയമസഭകളിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ആ ലെജിസ്ലേച്ചർ ആ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ, ഞാൻ ആദ്യം അഭിഭാഷകനായി ചെല്ലുമ്പോൾ ഞങ്ങൾ എല്ലാ നിയമനിർമ്മാണങ്ങളിലും, ഞാൻ ഈ 25 കൊല്ലം ഈ നിയമസഭയിൽ നടത്തിയ എല്ലാ നിയമനിർമ്മാണങ്ങളിലും ഞാൻ പങ്കാളിയായിട്ടുണ്ട്. എൻ്റെ അഭിമാനകരമായ കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഏതെങ്കിലും സ്റ്റേജിൽ ഫസ്റ്റ് റീഡിങ്ങിലോ സെക്കൻഡ് റീഡിങ്ങിലോ തേർഡ് റീഡിങ്ങിലോ എവിടെ വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെല്ലാം രാത്രി മുഴുവൻ ഉറക്കമളച്ചിരുന്ന് അമെൻമെൻറ്റുകൾ കൊടുക്കും, ഭേദഗതികൾ കൊടുക്കും, 200-300 അമെൻമെൻറ്റ് കൊടുക്കും. അപ്പം എന്നെ കളിയാക്കും, കുത്തിനും കോമയ്ക്കും വരെ അമെൻമെൻറ്റ് കൊടുക്കും. അത് കുത്തിനും കോമയ്ക്കും അമെൻമെൻറ്റോ എന്ന് പറഞ്ഞ് കളിയാക്കി, ഇത് അറിയില്ലാത്തോ? ഞാൻ പറഞ്ഞു, കുത്തും കോമയും വരെ നിയമത്തിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുത്തില്ലാത്ത സ്ഥലത്ത് ആ കുത്തില്ലെങ്കിൽ അതിനെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ആ പ്രൊവിഷന്റെ പർപ്പസ് പോലും ഇല്ലാതാക്കും, ഇല്ലേ? ഒരു മിടുക്കനായ അഭിഭാഷകൻ. ഒരു കോമയില്ലെങ്കിലോ, ആ കോമയില്ലെങ്കിൽ അതിനെ വേറെ തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയും, ജഡ്ജി കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഈ നിയമസഭയിൽ ഉണ്ടാക്കുന്ന നിയമം ഹൈക്കോടതിയിലോ ജില്ലാ കോടതിയിലോ സുപ്രീം കോടതിയിലോ ഏതെങ്കിലും ഒരു ജഡ്ജിന്റെ മുമ്പിലെത്തും. അപ്പോൾ ഇത് നോക്കിയിട്ട് ചിലപ്പോൾ പറയില്ല ജഡ്ജി പുറത്ത്, ഇതൊക്കെ ആരൊക്കെ കൂടി ഉണ്ടാക്കിയ നിയമമാണ്, എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഒരു ജഡ്ജിയും നമ്മളൊന്ന് അസംബ്ലിയിൽ ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ പോലും തോന്നരുത്. അത്ര പെർഫെക്ഷനാണ് വേണ്ടത്. നിയമനിർമ്മാണത്തിൽ വേണ്ട പെർഫെക്ഷനാണ്. നിയമസഭകളും പാർലമെന്റുകളും ഉണ്ടാക്കുന്ന ആ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ നടത്തുന്നത്, അല്ലേ? വ്യാഖ്യാനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ആ വ്യാഖ്യാനങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഒരു ഭരണഘടനയുടെ പിൻബലത്തോടു കൂടി നന്നായി അവതരിപ്പിക്കാൻ പറ്റണം. എപ്പോഴും ആ ഭരണഘടന, നമ്മൾ ഏത് പ്രൊവിഷൻ നമ്മുടെ മുമ്പിൽ വന്നാലും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്താണ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഏത് ഭാഗത്ത് നിന്നാണ് ആ നിയമനിർമ്മാണം ഉണ്ടായിരിക്കുന്നത്, ഇത് യൂണിയൻ ലിസ്റ്റാണോ, ഇത് സ്റ്റേറ്റ് ലിസ്റ്റാണോ, ഇത് കൺകറന്റ് ലിസ്റ്റാണോ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കണം. ചിലപ്പോൾ നമുക്ക് ആ കേസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും വേണ്ടി വരില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തുടക്കക്കാരാണ്, നിങ്ങളത് പഠിക്കണം. രാത്രി ഇരുന്നും അതായിരുന്നു പഠിക്കണം. ചിലപ്പോൾ അത് കോടതിയിൽ പറയേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ ഏത് കേസ് നിങ്ങളുടെ മുമ്പിൽ വന്നാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടും ആ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യണം. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അതുപോലത്തെ ഒരു കേസ് വന്നാൽ അപ്പം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് വരുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷന്റെ കാതൽ ഇപ്പോൾ വളരെ അതിമനോഹരമായ ഒരു വാക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന വാക്ക്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിലൊക്കെ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അതിനൊരു മൊറയിലുണ്ട് അതിന്. അത് ആ മോറൽ പാർട്ട് നമുക്കത് അതിമനോഹരമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണം. പിന്നെ കോടതിയുടെ മുമ്പിൽ വളരെ വിനയത്തോടു കൂടിയും വളരെ ഭംഗിയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ടു ദ പോയിന്റ്. നമ്മളൊരു ലെക്ചറല്ല ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ടു ദ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ, ഒരു പോയിന്റ് നമ്മൾ ആലോചിക്കണം. നമ്മളൊരു കേസ് വാദിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ 3 പോയിന്റോ 4 പോയിന്റോ ഉണ്ട്. ആ പോയിന്റ് എങ്ങനെയാണ് അതൊന്ന് എലാബറേറ്റ് ചെയ്ത് നല്ല രസകരമായി നമുക്കത് പറയാൻ പറ്റുന്നത്? അത് പഠിച്ചിട്ട് കേസ് പോയി കഴിഞ്ഞാൽ ആ 4 പോയിന്റും ആദ്യമൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ചെറുപ്പത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ 4 പോയിന്റും നന്നായി പഠിച്ച് നല്ല രീതിയിൽ ആർഗ്യ ചെയ്യാൻ നമുക്ക് കഴിയണം. പിന്നെ ഇപ്പോൾ കേസ് ലോയൊക്കെ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഏത് സബ്ജക്റ്റ് വന്നാലും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മളെപ്പോഴും നോക്കി വെക്കണം. ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ പറയാൻ കഴിയണം. ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അന്ന് ജഡ്ജ്മെന്റ് ടുഡേ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് 3-4 കേസ് ആകുമ്പോഴേക്കും ഒരു ഇതായിരിക്കും. അതായത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇത് നമ്മുടെ കയ്യിലെത്തും. ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് അത് പഠിച്ചിട്ട് പോകും. കാരണം ചിലപ്പോൾ ഭയങ്കര സീനിയർ ലോയർ വന്ന് അപ്പുറത്ത് വന്നിട്ട് ഒരു ജഡ്ജ്മെന്റ് പറയുമ്പോൾ നമുക്ക് കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് വാദിക്കുന്ന നമുക്ക് എഴുന്നേറ്റെടുത്ത് പറയും, സാർ അതിപ്പോൾ മാറി,
ആ ജഡ്ജ്മെന്റ് മാറി, ലേറ്റസ്റ്റ് ഡിസിഷൻ ഇതാണ്. ഇതെന്നുണ്ടായി ഈ ഡിസിഷൻ? സാർ, അത് കഴിഞ്ഞ ആഴ്ചയാണ് സുപ്രീം കോടതി ആ ജഡ്ജ്മെന്റ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായി അങ്ങനെ പറയാൻ. ഇത് വായിച്ചിട്ട് പോയതുകൊണ്ടാണ്, ജഡ്ജ്മെന്റ് ടുഡേ വായിച്ചിട്ട് പോയതുകൊണ്ടായി. ഇപ്പൊ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ടുഡേ എന്ന് വായിക്കണ്ടല്ലോ. ഇപ്പൊ നമുക്ക് നെറ്റിൽ നോക്കിയാൽ നമ്മുടെ സബ്ജക്റ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. അപ്പോൾ പല അഭിഭാഷകരും ഉണ്ട്, എല്ലാ പ്രൊഫഷനിലും നോളജ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുണ്ട്, എല്ലാ പ്രൊഫഷനിലും.